നാടുകലക്കി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു റോബോട്ടിന്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടന പരിപാടിയിലേക്കും തുടർന്ന് നടക്കുന്ന ശവസംസ്കാര പരിപാടിയിലേക്കും നല്ലവരായ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടി ആരംഭിക്കുന്നു. നീ എന്താണ് മേലോട്ട് നോക്കി നിൽക്കണത്? എന്റെ പൊന്നു പ്രസിഡന്റ്, ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയുടെ മേൽനോട്ടം മുഴുവൻ എനിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ മേളിട്ട് നോക്കിക്കണത്. എടാ രമണ, നിന്നോട് ആ തോരനെ കെട്ടാൻ പറഞ്ഞിട്ട് നീ തോരനെ കെട്ടിയോ? എന്റെ പൊന്നു മണ്ടം പ്രസിഡന്റ്. മണ്ടം പ്രസിഡന്റ് അല്ല, മണ്ഡലം പ്രസിഡന്റ്. ഇത് രണ്ടും ഒന്ന് തന്നെ. പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തോരൻ എന്തിനാ കെട്ടണത്? എടാ തോരണം വലിച്ചു കെട്ടിയാലേ മന്ത്രിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. എന്താണ് ചിരിക്കണത്? എടാ എന്താണ് ചിരിക്കണത്? ഈ തോരണത്തിൽ കൂടി മന്ത്രി എങ്ങനെ നടന്നു എന്നെ ഓർത്ത് ചിരിച്ചു പോയതാ. എടാ തോരണത്തെ മേക്കടി സർക്കസുകാരനെ പോലെ മന്ത്രി വന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. തോരണം വലിച്ചു കെട്ടിയാലേ റോഡിലൂടെ മന്ത്രിക്ക് വരാൻ പറ്റുള്ളൂ. അത് പറയണ്ടേ? നീ ഒരു പണി ഈ തോരണൊന്നും കെട്ടാൻ നിൽക്കണ്ട, ഈ കസേരയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാനൊന്ന് പ്രസംഗിക്കട്ടെ. വല്ലപ്പോഴും അല്ലേ ഒരു അവസരം കിട്ടും. പ്രിയമുള്ളവരെ, കഞ്ഞിക്കുഴിയൂടായി പാർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 10ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇതാ ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു റോബോട്ടിനെയാണ്. ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. പ്രസിഡന്റ്, എന്റെ ഈ ചെയർ എവിടെ ഉണ്ട്? ചവർ നീ സ്റ്റേജിലിടാൻ പോണം. നിന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചാൻ പൊളിക്കും. ചവറല്ല, ഈ ചെയർ കസേര. കസേര? എന്റെ പൊന്നു മോനെ, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ കസേര ഇടാൻ നിനക്കൊരു സ്ഥലം കിട്ടിയില്ല. എടാ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി ഇടാ. പെട്ടെന്നാവട്ടെ. അതിനുശേഷം നടക്കുന്ന ശവസംസ്കാര സമ്മേളനത്തിൽ പ്രസിഡന്റ്, ശവസംസ്കാര സമ്മേളനമല്ല, സാംസ്കാരിക സമ്മേളനം. എന്റെ പൊന്നുമോനെ, ഇത്രയും പറയാമെങ്കിൽ ബാക്കി പറയാൻ എനിക്കറിയാടാ. നീ ഒന്നും മിണ്ടാതിരിക്കോ. അതിനുശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേരളത്തിലെ പല മരമണ്ടന്മാരും പങ്കെടുക്കും. എന്റെ പൊന്നു പ്രസിഡന്റ്, മരമണ്ടന്മാരല്ല, മതപണ്ഡിതന്മാര്. എന്നെ കൊണ്ട് നീ ഇതൊന്ന് പറയിപ്പിക്കോ? ഞാനൊന്ന് പറയട്ടടാ. കേരളത്തിലെ പല മതപണ്ഡിതന്മാരും പങ്കെടുക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം ഒരു ഉജ്ജ്വല വിജയമാണ്. ഈ കസേര എവിടെ ഉണ്ടത്? ഇവരെ കൊണ്ട് വലിയ ശല്യമായല്ല. ഈ കസേര എവിടെ ഉണ്ടെന്ന് പറ. അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി ഇടുന്നു. ആ ശരിയാ, നോക്കെ. എന്റെ പൊന്നു പ്രസിഡന്റ്, സ്റ്റേജിലേക്കുള്ള കസേരയാണ്. ദൈവമേ മോനെ സൈമ, ഇങ്ങൊന്നേ. എടാ അവിടെ കൊണ്ടുപോയിട്ടോ, അപ്പുറം കൊണ്ടുപോയിട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും മതപണ്ഡിതന്മാരും അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു പട്ടി കയറിയിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിന്റെ പേരിൽ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഓരോരുത്തരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് നമ്മുടെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു പ്രാസംഗികനും നല്ലൊരു സരസപ്പൻ മാഷെത്തിയിട്ടുണ്ട്. സരസപ്പൻ മാസ്റ്ററെ കുറിച്ചാണ് ഈ പറയുന്നത്. നല്ലൊരു പ്രസിഡന്റും നല്ലൊരു വാഗ്മീകിയുമായ ശ്രീമാൻ സരസപ്പൻ മാസ്റ്ററെ ഞാനിതാ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. सरसप्पन मास्टर की, सरसप्पन मास्टर की, सरसप्पन मास्टर की, सरसप्पन मास्टर की. अरे सरसप्पन मास्टर कड़ പോയി. സരസപ്പൻ മാഷേ, സരസപ്പൻ മാഷേ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കണ. പെട്ടെന്ന് പ്രസംഗിച്ചോ, സമയം പാഴാക്കണ്ട. വേഗമായിക്കോട്ടെ, തുടങ്ങിക്കോ. ഞാൻ ഇത് താത്ത് വെച്ച് പ്രസംഗിക്കണം. പ്രസംഗിച്ചോ. 2 വാക്ക് പറയണം. 2 വാക്ക് പറഞ്ഞാ മതി. ഒത്തിരി പേരുണ്ടല്ലോ. അതൊന്നും സാരമാക്കണ്ട, സാറ് പ്രസംഗിച്ചോ. ഇവിടെ സംസാരിക്കണം. അതെ, മൈക്കിൽ സംസാരിക്കണം. സംസാരിച്ചോ. നമസ്കാരം. ഓ, നമസ്കാരം എന്നാണ് പറഞ്ഞത്. ഇന്നാളൊരു ദിവസം കുറെ പിള്ളേര് എന്റെ വീട്ടിൽ വന്നായിരുന്നു. എന്നോട് പറഞ്ഞു, മാസ് വന്നിട്ട് പോണം, മാസ് വന്നിട്ട് പോണം, മാസ് വന്നിട്ട് പോണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വന്നു, ഞാൻ പോണു. അയ്യോ മാഷ, അങ്ങനെ പോകാൻ പറ്റേ? മാഷ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കലാപരിപാടികളുണ്ടല്ലോ, ഗാനമേള. ഓർക്കസ്ട്രനെ കേൾപ്പിച്ചേക്കണ മാഷല്ലേ. ഓർക്കസ്ട്രക്കാരൊക്കെ വരുമോ? ഓട്ടോറിക്ഷക്കാർ വരും. അയ്യോ ഓട്ടോറിക്ഷക്കാരല്ല മാഷ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഗാനമേളക്ക് തബലയൊക്കെ ഉണ്ടോ? തവളയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തവളെ മാഷ ഞാൻ ഉദ്ദേശിക്കുന്നത് വയലിൻ. വയലിനാണല്ലോ തവള മുഴുവൻ. അതല്ല മാഷ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാനമേളക്ക് ഗിറ്റാർ ഉണ്ടോ? ഗിറ്റാറുണ്ടോന്നോ? ഇഷ്ടം പോലെ ഗിറ്റാറുണ്ട്. എന്റെ മാഷ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗാനമേളക്ക് ഓർഗൺ ഉണ്ടോ? ഓർഗൺ ഉണ്ടോ? ഓർക്കണുണ്ടോന്നോ? നിങ്ങൊക്കെ മറക്കാൻ പറ്റും. മാഷക്ക് ഇപ്പോഴും പിടികിട്ടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗാനമേളക്ക് ഹാർമോണിയം. 6 മണിയാകുമ്പോ ഓട്ടോറിക്ഷക്കാർ വരും, ഞാൻ പോണു. അയ്യോ മാഷങ്ങനെ പോലെ, മാഷിക്ക് വന്നേ. മാഷങ്ങനെ പോലെ, മാഷിക്ക് വന്നേ. ഒരു പണി, മാഷാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന് മാഷൊന്ന് പ്രഖ്യാപിച്ചേ. നീ പ്രഖ്യാപിച്ചു? അല്ല മാഷ് പ്രഖ്യാപിക്കും. നീ പ്രഖ്യാപിച്ചോ? പണി ഞാൻ പറയുന്നത് പോലെ മാഷൊന്ന് പറയോ? പറയാം. പ്രിയമുള്ളവരെ,
ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞാനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പരിപാടി അധ്യക്ഷൻ ഇവനാണെന്ന് ഇവൻ പ്രഖ്യാപിക്കുകയാണ്. മാഷാണെന്ന് മാഷ് പ്രഖ്യാപിക്കും. അല്ല, മാസാണെങ്കിൽ മാസ് സാർ പ്രഖ്യാപിക്കും. സാറാണെന്ന് സാറ് പ്രഖ്യാപിക്കും. സാറാണെന്ന് സാറ് പ്രഖ്യാപിക്കുന്നേ. താനാണെന്ന് താൻ പ്രഖ്യാപിക്കടോ. താനാണെന്ന് താൻ പ്രഖ്യാപിക്കുന്നേ. അവിടെ പോയില്ലടോ. അവിടെ പോയി ഇരിക്കാനോ? പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏക മഹിളാ രത്നം പ്രസിഡന്റ് മന്ത്രി എത്തിയിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ പഞ്ചായത്തിലെ ഏക മഹിളാ രത്നം ഏലമ്മ ടീച്ചർ എത്തിക്കഴിഞ്ഞു. ഏലമ്മ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഏലമ്മ ടീച്ചർ പറയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്നാ നീ പറ. ഒരുപാട് ഇവിടെ, ഒരുപാട് ഇവിടെ, ഒരുപാട് ഇവിടെ. ആ ഒരുപാടില്ലെന്ന് ഏലമ്മ ടീച്ചറെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട്. 2 വാക്ക് പറയാനാണ് ഞാൻ പറയുന്നത്. ഈ ഏലമ്മ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഏലമ്മ ടീച്ചർ നമ്മൾ ഏത് വാതിരാത്രി എന്ന് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും ആരുടെ കൂടെ ഇറങ്ങി വന്ന ഒരു സംഭവമാണ് ടീച്ചർ. ആ സംഭവമായി ടീച്ചറെ ഇതാ ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ പഞ്ചായത്തിന്റെ ഏക പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഞാൻ വനിതകളുടെ മാത്രം മെമ്പറാണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ വനിതകളുടെ മാത്രം മെമ്പറല്ല, പുരുഷന്മാരുടെയും കൂടിയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ടീച്ചറെ പ്രസംഗിക്കാറായിട്ടില്ല. ടീച്ചർ അവിടെ പോയിരുന്നു. സമയമാകുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാതിരിക്കും. ടീച്ചർ അവിടെ പോയിരുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് എത്തുന്നത് നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന മന്ത്രി പെട്ടെന്ന് വരാൻ പറ. പ്രിയമുള്ളവരെ, നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ റോബോട്ടിന്റെ ഉദ്ഘാടനത്തിനായി ഇതാ വേദിയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതാ നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ എന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് അന്ന് ഓർത്തുപോയി. അങ്ങനെയൊക്കെ ആലോചിക്കില്ലേ. അപ്പൊ സാറെന്താണ് ഈ നാട്ടിലുണ്ടായിരുന്നില്ല, എന്തോ വിദേശ ടൂറിലാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നു. ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ച്? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ജാഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവമേ, ഞാൻ പോകാത്ത കാണാത്തമായ സ്ഥലങ്ങൾ ഇനി ഇല്ല. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. ഇനി ഏതെങ്കിലും രാജ്യം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടോ? ഇനി എനിക്കൊരു സ്ഥലം കൂടി കാണാനുണ്ട്. ഏതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ഇതേവരെ അങ്ങോട്ട് കടത്തി ഓട്ടിയിട്ടില്ല. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ടൂർ പോയി എന്നൊക്കെ പറഞ്ഞല്ല, അപ്പൊ ഭാര്യ ഒരുമിച്ച് അടിച്ച് പൊളിച്ചാണ് ടൂറൊക്കെ പോയത്? ടൂർ പോയപ്പോ ഭാര്യയെ കൊണ്ടുപോയെന്നോ? എടാ, സദ്യ ഉണ്ടാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവോടാ? ഇല്ല. അല്ല പിന്നെ. അപ്പൊ സാർ അവിടെ പോയിരുന്നു. നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കാം ഏട്ടാ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കാൻ പോകുന്നത്. പ്രകാശം വരുമോ? ഞാൻ പോണു. അയ്യോ, ആ പ്രകാശനല്ല മാഷെ. മാഷിക്ക് വന്നേ. ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. ഭദ്രം ദീപമൊക്കെ വരുന്നുണ്ട്. എന്നാ ഞാൻ പോണു. മാഷെ, ഞാൻ അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. നിലവിളിക്കാണ്. മാഷെ, ഒന്നവിടെ പോയിരിക്കാമോ? പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. എന്ത് പറ്റി ദൈവമേ, നിസാര ടൈം കൊണ്ട്. എടാ, ആരെങ്കിലും ഒന്ന് നടത്തി മാറ്റിട്ട് ഒരാളിങ്ങോട്ട് കടന്നു പോവാ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, മധ്യത്തിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വേദിയില് നമ്മുടെ മന്ത്രി ഉൽപ്ലാഷ സാറിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചില പഴയകാല സംഭവങ്ങളാണ്. നമ്മുടെ ഉൽപ്ലാഷ സാറ് നന്നേ ചെറുപ്പത്തിൽ തന്നെ മഹാകുസൃതിയും മഹാവികൃതിയും മഹാകുറുമ്പനും മഹാവായി നോക്കിയും ഒക്കെ ആയിരുന്നു ഇരിക്കുന്ന ഉൽപ്ലാഷ സാർ. അങ്ങനെയുള്ള ഉൽപ്ലാഷ സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചില പഴയകാല സംഭവങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദിനം മെയ് 10, അതായത് റിപ്പബ്ലിക് ഡേ. അന്നേ ദിവസം ഞാൻ നമ്മുടെ LP സ്കൂളിലേക്ക് ഈ കാണുന്ന ഇടവഴിയിലൂടെ ഞാൻ ഇങ്ങനെ ആ കർക്കിടക മാസത്തിൽ ഇടവപ്പാതി മഴയും നനഞ്ഞ് ഈ കാണുന്ന ഇടവഴിയിലൂടെ ഞാൻ ഇങ്ങനെ മന്ദം നടന്നു വരുമ്പോൾ ഈ ഇരിക്കുന്ന ഉൽപ്ലാഷ സാറിനെ ഞാൻ ഈ ഇടവഴിയിൽ വെച്ച് കണ്ടു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഇടവഴിയിൽ ഞാനും ഉൽപ്ലാഷ സാറും മാത്രം, ആരുമില്ലാത്ത ഇടവഴിയിൽ വെച്ച് ഈ ഉൽപ്ലാഷ സാറിന്റെ തൊട്ടു. അങ്ങനെ തൊട്ടില്ല എന്ന മട്ടിൽ തൊട്ടു പുറകെ വന്നിട്ട് ഈ ഇരിക്കുന്ന ഉൽപ്ലാഷ സാർ എന്നെ ഈ പോകുന്ന ഉൽപ്ലാഷ സാർ എന്നെ കടിക്കാൻ വന്നൊരു ചാവലയെ പറ്റിയ
രണ്ട് സോഡ. അങ്ങനെയുള്ള ഉൽപ്ലേഷ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പിടിച്ചുപറി ബലാത്സംഗ എന്നിവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹത്തെ നമ്മൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടു. അതുപോലെ ഒരുപാട് പ്രിയമുള്ളവരെ, അടുത്ത ഉദ്ഘാടന കർമ്മമാണ്. അതിനുവേണ്ടി മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയ്യാൻ പിള്ളേരെ, എനിക്ക് ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം എല്ലാം സമാധാനപരമായി സംസാരിക്കണം. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, പൊറോട്ട, ഉൽക്കല, വെങ്ക എന്ന സ്ഥിതിവിശേഷമായിരുന്നു. ഈ രാജ്യത്ത് കാരണങ്ങൾ പറയുമ്പോൾ ഇതെങ്ങനാണ് ഈ പോണത്? ഈ റോബോട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി. ഈ നിൽക്കുന്ന വരിക്കച്ചക്കയുടെ ഉദ്ഘാടനം, വരിക്കച്ചക്കല്ലെന്ന് റോബോട്ട്. ഈ നിൽക്കുന്ന റോക്കറ്റിന്റെ ഉദ്ഘാടനം. എന്റെ ദൈവമേ, റോക്കറ്റ് അല്ലെന്ന് റോബോട്ട്. റോബോട്ടിനെ കുറിച്ച് പറയണം. അതെ. ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 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 5 രൂപ 10 രൂപ കാശ് മേടിച്ച കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ സാറ് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു യന്ത്രമനുഷ്യനാണ്. അതിനോട് സാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് സത്യം പറയാം. അങ്ങനെ ഈ പരിപാടി സാറൊന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി. അല്ല, എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന എന്തോ ഉറപ്പ്? സാറിന് സംശയമുണ്ടോ? സംശയമുണ്ട്. ഞാൻ ഇപ്പൊ തെളിയിച്ച് കാണിച്ചുതരാം. ചോദിക്ക്. റോബോട്ടെ, എന്തോ ആരാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കണത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. അടിപൊളി. എന്ത് സത്യം, സത്യം, ചോദിച്ചാലും സത്യം മാത്രമേ പറയുള്ളൂ. ആണല്ലേ? നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഒരു കാര്യം ചോദിച്ചാൽ അതിന്റെ സത്യം മനസ്സിലാക്കി ഞാൻ ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. റോബോട്ട്, എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിൽ നാരങ്ങ വിഴിയുന്നുണ്ട്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായി. നോണേ പറഞ്ഞു. നോണ. അയ്യോ സാറേ, എന്നാ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും. സാർ ഒന്നും കൂടി ഒന്ന് ചോദിക്കും. ഒരു പ്രാവശ്യം കൂടി റോബോട്ട്, എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിൽ നാരങ്ങ വിഴിയുന്നുണ്ട്. മനസ്സിലായി. ഞാൻ ടെസ്റ്റ് ചെയ്തു. ഓ, വേണ്ട, ടെസ്റ്റ് ചെയ്യ്. അമ്പടാ, അത് നോണ പറയണം. എങ്ങനെ ഇനി ചോദിച്ചാൽ മതിയാ? ഞാൻ വിശദമായിട്ട് അങ്ങോട്ട് ചോദിച്ചേക്കാം. വിശദമായിട്ട് അങ്ങോട്ട് ചോദിക്കേ. റോബോട്ട്, എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ വിഴിയുന്നുണ്ട്.